സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ 12 ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദ്, നാളെയും അടക്കം അല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മഴ ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. രഞ്ജിത്ത്, 4 ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. വയനാട്, അതോടൊപ്പം തന്നെ പാലക്കാട്, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം പത്തനംതിട്ട ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് ആകെ തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റവന്യൂ വകുപ്പിൻ്റെ വലിയ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ദുരിതകർമ്മസേനയും അതോടൊപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങൾ, അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ മഴ അനുഭവപ്പെടുമെന്നാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലും കോഴിക്കോട്ട് കൊയിലാണ്ടിയിലുമാണ്. നെയ്യാറ്റിൻകരയിൽ 109 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കൊയിലാണ്ടിയിലാകട്ടെ 86 മില്ലിമീറ്ററും. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തുലാവർഷമായതുകൊണ്ട് തന്നെ മഴയ്ക്കൊപ്പം ഇടിമിന്നലുണ്ട്. കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി പല ജില്ലകളിൽ ആളുകൾക്ക് മിന്നലേൽക്കുന്ന സാഹചര്യമുണ്ടായി, ഗുരുതരമായ പരിക്കുകൾ പറ്റുന്ന നിലയുണ്ടായി. ഈ ഒരു സാഹചര്യം കൂടി കണ്ടുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകരുതെന്ന നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. 25-ാം തീയതി വരെയാണ് ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. 25 വരെ ശക്തമായ മഴ നിലനിൽക്കുമെന്ന അറിയിപ്പ് കൂടിയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണം. വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി നാളെ ഉച്ചയോടെ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശങ്ങൾക്ക് തീരങ്ങൾക്കും അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പടിഞ്ഞാറൻ മധ്യബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ചക്രവാത ചുഴിയും അതോടൊപ്പം തന്നെ ന്യൂനമർദ്ദവും ഒക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം. ഈ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലും കേരളത്തോടൊപ്പം തന്നെ ശക്തമായ മഴ ലഭിക്കുന്നു. അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ 2 കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ശക്തമായ മഴ ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റ് മുന്നറിയിപ്പുകൾ കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. രഞ്ജിത്ത്, ശരി, വിനോദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കനത്ത മഴയിൽ എറണാകുളം കുമ്പളത്ത് വീട് തകർന്നു വീണു. നൂറുകണ്ണിയിൽ ബൈജുവിന്റെ വീടാണ് തകർന്നത്. പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. ബൈജു അത്ഭുതകരമായി രക്ഷപ്പെട്ടു.